ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ്, നിങ്ങളുടെ ആറാമത്തെ ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്നത് കുഷാനാസ് ആണ്. സോ കുഷാന രാജവംശം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് നടന്ന കാലഘട്ടത്തിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നും അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ചൈനയിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ഇന്ത്യയിലോട്ട് വരികയും പിന്നീട് ഇവിടെ സെറ്റിൽ ചെയ്യുകയും ഇവിടുത്തെ ഭരണാധികാരികളായിട്ട് മാറുകയും ചെയ്തു എന്ന്. ഓക്കെ, ഈ ഒരു കുഷാനാസ് എന്ന് പറയുന്നത് ഒറിജിനലി അവർ ബിലോങ് ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് വെസ്റ്റേൺ ചൈനയാണ്. ഓക്കെ, അപ്പോൾ ഈ കുഷാനാസിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വെസ്റ്റേൺ ചൈനയിൽ നിന്നും ആളുകൾ വന്നു എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ കുഷാനാസ് ആണ്. ഓക്കെ, അപ്പോൾ കുഷാനാസ് എന്ന് പറയുന്നത് അവർ ഏത് നാട്ടിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ ഏത് പ്രദേശത്തായിരുന്നു അവരുടെ ഒറിജിൻ എന്നത് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവർ വെസ്റ്റേൺ ചൈനയിൽ നിന്നും ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്ന വിഭാഗം ആളുകളായിരുന്നു. അതായത് മൗര്യൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം വെസ്റ്റേൺ ചൈനയിൽ നിന്നും ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളായിരുന്നു കുഷാന വംശം എന്ന് പറയുന്നത്. ഈ കുഷാനാസ് എന്ന് പറയുന്നത് അവർ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യോച്ചീസ്. ഓക്കെ, യോച്ചീസ് എന്ന ഒരു ട്രൈബ്, ആ ഒരു വിഭാഗം ആളുകളാണ് ബേസിക്കലി കുഷാനാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കുഷാനാസ് എന്ന വിഭാഗം ആളുകൾ അവർ പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന ഷാഗാസിനെയും പഹ്ലവാസിനെയും അതായത് പാർത്തിയൻസിനെയും ഒക്കെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഇന്നത്തെ ഒരു മോഡേൺ പാകിസ്ഥാനിൽ ഒരു വളരെ വലിയൊരു എംപയർ സ്ഥാപിച്ച ആളുകളായിരുന്നു ഈ കുഷാനാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി കുഷാന രാജവംശത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, സോ ആദ്യത്തെ പ്രോമിനന്റ് റൂളർ ഓഫ് കുഷാന ഡൈനാസ്റ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട ഈ കുഷാൻ രാജവംശത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആദ്യത്തേത് ആരായിരുന്നു എന്ന് വെച്ചാൽ അത് കുജാല കഡ്ഫീസസ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കുഷാന റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ശേഷം, അതായത് കുജാല കഡ്ഫീസസിന് ശേഷം അദ്ദേഹത്തിന് ശേഷം പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വെമാ കഡ്ഫീസസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞു കുജാല കഡ്ഫീസസ് ആണ്. അതിനുശേഷം ഹി വാസ് സക്സീഡഡ് ബൈ ഹിസ് സൺ. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ വെമാ കഡ്ഫീസസ്. ഓക്കെ, വെമാ കഡ്ഫീസസിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു കനിഷ്ക. ഓക്കെ, നമ്മൾ കനിഷ്ക ചക്രവർത്തിയെ പറ്റി വളരെയധികം നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ ഏൻഷ്യൻ ഇന്ത്യയുടെ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം അണിഞ്ഞിട്ടുള്ളൊരു വസ്ത്രം, അത് വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പിക്ചറാണ്. ഓക്കെ, അപ്പം കനിഷ്ക എന്നത് പിന്നീട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുഷാന റൂളറായിരുന്നു കനിഷ്ക എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള കനിഷ്ക ചക്രവർത്തി. അദ്ദേഹം അധികാരത്തിലേറിയ വർഷമാണ് AD 78 എന്ന് പറയുന്നത്. ആ AD 78 കൂടിയാണ് ശാഗ ഇറ, ഒരു പുതിയ യുഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് ശാഗ ഇറ എന്ന് പറയുന്നത്. ശാഗ ഇറ എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ AD 78. ഇനി AD 78 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുഷാന രാജാവായിട്ടുള്ള കനിഷ്കൻ അധികാരത്തിലേറിയ വർഷമായിരുന്നു AD 78 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കുഷാന രാജവംശം അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള എല്ലാ മേഖലയിലും അത് വളരെ വലിയൊരു നേട്ടം കൈവരിച്ച കാലഘട്ടം, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ഇവരുടെ ഒരു എക്സ്പാൻഷൻ നടന്നതും അതെല്ലാം അതിൻ്റെ പീക്കായിട്ട് നടന്നത് ഈ കനിഷ്ക രാജാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, സോ കനിഷ്ക രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു ടെറിട്ടോറിയൽ ലിമിറ്റ്സ്, അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് അവർ ആ ഒരു കാലഘട്ടത്തിൽ കുഷാന രാജവംശം ഭരിച്ച പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയതായിരുന്നു. സെൻട്രൽ ഏഷ്യ ഏകദേശം അത് എക്സ്റ്റെൻഡ് ചെയ്തത് സെൻട്രൽ ഏഷ്യ മുതൽ നോർത്ത് ഇന്ത്യ വരെ, പ്രധാനമായിട്ടും വാരാണസി ഉൾപ്പെടുന്നുണ്ട് അതിൽ, കൗശാംബി, ദെൻ ശ്രാവസ്തി, ഉത്തർപ്രദേശിലെ ശ്രാവസ്തി, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ വലിയൊരു പ്രദേശമായിരുന്നു ഈ കുഷാന രാജവംശം ഭരിച്ചിരുന്നതെന്നാണ്. അത് പ്രധാനമായും ആ ഒരു ടെറിട്ടോറിയൽ ലിമിറ്റ്സ് അത്ര രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തത് ഏത് ഭരണാധികാരിയുടെ കാലത്താണെന്ന് വെച്ചാൽ കുഷാന രാജവംശത്തിലെ വളരെ പ്രധാനപ്പെട്ട കനിഷ്ക റൂളറിൻ്റെ
കനിഷ്ക എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഈ രീതിയിൽ ഒരു ടെറിട്ടോറിയൽ ലിമിറ്റ്സ് വളരെ വലിയ രീതിയിൽ എക്സ്റ്റെൻഡ് ആയതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു കനിഷ്ക എന്ന ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻസ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. പ്രധാനമായിട്ടും അതെന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഏഷ്യയും നോർത്ത് ഇന്ത്യയും ഒരു സിംഗിൾ എംപയർ ആക്കാൻ സാധിച്ചത് ഈ കനിഷ്ക രാജാവ് കുഷാന രാജവംശം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അത് സംയോജിപ്പിക്കാൻ കനിഷ്ക എന്ന റൂളർ അല്ലെങ്കിൽ ഭരണാധികാരിക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സെൻട്രൽ ഏഷ്യയും ഇന്ത്യയും ഒരുമിച്ചാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിന് കാരണമായെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ഏഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചറൽ സംസ്കാരവും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ളതും വ്യത്യസ്തമാണ്. അത്തരത്തിലുള്ള അതിൻ്റെ ഒരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഒരു ഇന്റർമിംഗിൾ ചെയ്യാനൊക്കെ ഒരു വഴി ഉണ്ടായി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു വ്യാപാര ബന്ധത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഏഷ്യയുമായിട്ട് ഇന്ത്യക്ക് ഒരു വ്യാപാരം, തിരിച്ചും ഇന്ത്യയുമായിട്ട് സെൻട്രൽ ഏഷ്യയ്ക്കും വളരെ കൃത്യമായിട്ട് ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യാൻ ഈ ഒരു കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കനിഷ്കനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു റിലീജിയസ് കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്യുമ്പം ഒരു ആസ് എ റൂളർ അദ്ദേഹം ഒരു വളരെ കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ എമേർജ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുൻപ്, അതായത് ആ കാലഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് നിലനിന്നിരുന്ന ഒരു റിലീജിയന് എല്ലാ രീതിയിലുള്ള ഒരു റോയൽ പാട്രണേജ് കൊടുത്തിട്ടുണ്ട്. അതായത് 6-ാം നൂറ്റാണ്ടിൽ എമേർജ് ചെയ്തിട്ടുള്ള ബുദ്ധിസം. ഓക്കെ, അതായത് കനിഷ്കൻ ഭരിക്കുന്ന സമയത്തല്ല ബുദ്ധിസം എമേർജ് ചെയ്തത്, അതിനു മുൻപ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധമതം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ആ ബുദ്ധമതത്തിന് വളരെ കൃത്യമായിട്ട് ഒരു പാട്രണേജ് കൊടുക്കാൻ, ഒരു രാജകീയമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാൻ കനിഷ്ക രാജാവിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ബുദ്ധിസ്റ്റ് കൗൺസിലുകളെ പറ്റി. ഈ കാശ്മീരിൽ വെച്ച് നടന്നിട്ടുള്ള കുണ്ടലവനത്തിൽ വെച്ച് നടന്നിട്ടുള്ള 4ാമത്തെ ഏറ്റവും അവസാനത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ, അത് ആരുടെ കാലഘട്ടത്തിലാണ് നടന്നതെന്ന് വെച്ചാൽ ഈ കുഷാന രാജവംശത്തിലെ വളരെ പ്രധാനപ്പെട്ട റൂളറായ കനിഷ്ക രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഈ കുണ്ടലവനം, കാശ്മീരിലുള്ള കുണ്ടലവനത്തിൽ വെച്ചിട്ട് ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പം കനിഷ്കനെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കണം. 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്ന സമയത്തിൽ അതിനെ നിയന്ത്രിച്ച ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചാൽ ഇത് കൃത്യമായിട്ട് എഴുതണം, അത് കനിഷ്കനാണ്. കനിഷ്കൻ കുഷാന രാജവംശത്തിലെ ഫേമസ് റൂളറായിട്ടുള്ള കനിഷ്കന്റെ കാലഘട്ടത്തിലാണ് അത് നടന്നിട്ടുള്ളതെന്ന് പറയണം. ഓക്കെ, ഈ ഒരു 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിന് വളരെ കൃത്യമായൊരു പ്രാധാന്യമുണ്ട്. കാര്യം ഈ ബുദ്ധമതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നത് ഈ ഒരു കൗൺസിലിൽ വെച്ചിട്ടാണ്. അതായത് ഹീനയാനമെന്നും മഹായാനമെന്നും 2 സെക്റ്റുകളായിട്ട് ബുദ്ധമതം വേർതിരിക്കപ്പെട്ടത് ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കാശ്മീരിലെ കുണ്ടലവനത്തിൽ കനിഷ്കന്റെ കാലഘട്ടത്തിൽ നടന്ന സമയത്താണ്. അപ്പോൾ അതിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ആർട്ടിന്റെ മേഖലയിൽ കലാപരമായിട്ട് നോക്കുമ്പോൾ കനിഷ്കനെ സംബന്ധിച്ച് അദ്ദേഹം പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചില ആർട്ടിന്റെ കാര്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വേരിയസ് സ്കൂൾ ഓഫ് ആർട്സ് ആ കാലഘട്ടത്തിൽ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെ ഫോർ ഇൻസ്റ്റൻസ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്, ദെൻ മധുര സ്കൂൾ ഓഫ് ആർട്ട്. അതിനെല്ലാം ഈ ഒരു കനിഷ്ക രാജാവ് വളരെ കൃത്യമായിട്ടുള്ള ഒരു റോയൽ രാജകീയമായ സപ്പോർട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒരു പാട്രണേജ് നൽകി എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പോൾ കനിഷ്കനെ പറ്റി പറയുമ്പം ബുദ്ധമതത്തിന് അദ്ദേഹം നൽകിയ റോയൽ പാട്രണേജ് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു റോള് 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ നിന്നിരുന്ന ഭരണാധികാരിയായിരുന്നു. ആ കാലയളവിലായിരുന്നു ഈ ബുദ്ധമതത്തിന് സ്പ്ലിറ്റ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വെൻ ഇറ്റ് കംസ് ടു ആർട്ടിലോട്ട് വരുമ്പം മധുര സ്കൂൾ ഓഫ് ആർട്ടിനും ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിനും ഈ ഒരു കനിഷ്ക രാജാവ് വളരെ കൃത്യമായിട്ടുള്ള ഒരു പാട്രണേജ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി അദ്ദേഹം സ്ഥാപിച്ച, അതായത് ഇന്നത്തെ പേഷ്വാറിനടുത്തൊരു അദ്ദേഹം ഒരു സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് പുരുഷപുര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അത് ഇന്നത്തെ മോഡേൺ പേഷ്വാർ
പേഷ്വാറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ പേഷ്വാറിൽ സ്ഥിതി ചെയ്ത പുരുഷപുര എന്ന സിറ്റി കുഷാന രാജാവായിട്ടുള്ള കനിഷ്കൻ സ്ഥാപിച്ചതായിരുന്നു. ആ പുരുഷപുരയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ അദ്ദേഹത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റി കനിഷ്കന്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് പുരുഷപുര എന്നൊരു സിറ്റിയാണ്. അത് പ്രസന്റ് ഡേ പേഷ്വാറിലാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു പ്രദേശം പിന്നീട് ഒരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിട്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രദേശം മാറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ പിന്നീട് തേർഡ് സെഞ്ചുറിയുടെ AD 3rd സെഞ്ചുറി ആയപ്പോഴേക്കും ഈ ഒരു കുഷാന പവർ അതിൻ്റെ ഒരു തകർച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു 3-ാം നൂറ്റാണ്ടിൻ്റെ അതായത് 3rd സെഞ്ചുറി AD ഈ ഒരു കുഷാന പവർ ക്ഷയിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും കുഷാന പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അത് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കുഷാനാസിനെ പറ്റി പറയുമ്പം അവരുടെ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അവർ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു മെഷീനറീസിനെ പറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിനെ പറ്റിയൊന്നും വളരെയധികം ഒന്നും നമുക്ക് ഇൻഫർമേഷൻസ് ഇല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആ ഒരു വലിയൊരു എംപയർ എന്ന് പറയുന്നത് ഒരുപാട് പ്രവിശ്യകളായിട്ട് അത് വേർതിരിച്ചിട്ടുണ്ട് ണ്ടായിരുന്നു. ഓക്കെ, ഒരു എംപയറിനെ വിവിധ തരത്തിലുള്ള പ്രവിശ്യകൾ അഥവാ പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓരോ പ്രോവിൻസും ഈച്ച് റൂൾഡ് ബൈ എ മഹാക്ഷത്രപ, അതായത് എ മിലിറ്ററി ഗവർണർ ആയിരുന്നു ആ പെർട്ടിക്കുലർ പ്രോവിൻസസ് ഗവേൺ ചെയ്തിരുന്നത്, അതായത് റൂൾ ചെയ്തിരുന്നത്. ഓക്കെ, മഹാക്ഷത്രപ എന്ന ആ ഒരു പെർട്ടിക്കുലർ ഇൻചാർജിന്റെ പേര്, ഈ ഒരു പ്രോവിൻസസ് കംപ്ലീറ്റ് ആയിട്ട് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിനെ പറയുന്ന പേരാണ് മഹാക്ഷത്രപ. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ മിലിറ്ററി ഗവർണർ എന്നുള്ള രീതിയിലാണ് ആ മഹാക്ഷത്രപയുടെ ഡ്യൂട്ടി വരുന്നത്. ഇനി ഹി വാസ് അസിസ്റ്റഡ് ബൈ ക്ഷത്രപ, അതായത് ക്ഷത്രപ എന്ന വിഭാഗം ആളുകൾ ഈ മഹാക്ഷത്രപ എന്ന മിലിറ്ററി ഗവർണറിനെ സഹായിക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരുപാട് എത്രത്തോളം പ്രോവിൻസസ് വളരെ കൃത്യമായിട്ട് കുഷാന രാജവംശത്തിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ല. ഓക്കെ, ആ രീതിയിൽ നമ്മൾക്കൊരു അഡ്മിനിസ്ട്രേറ്റീവായിട്ട് പറയുമ്പോൾ ഇന്നിന്ന പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒന്നും നമ്മളെ കയ്യിലില്ല. ഓക്കെ, ചില സോഴ്സുകൾ പ്രകാരം കുഷാന എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഒരു ഹോഴ്സ്മാൻ വാസ് ട്രൗസേഴ്സ് വൈൽ റൈഡിങ്, അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അവർ ഒരു ഈ റൈഡിങ് കുതിരയെ ഓടിക്കുമ്പം അത് അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ചെറിയ ഒരു രീതിയിലുള്ള എവിഡൻസുകളാണ് നമ്മൾക്ക് തരുന്നത്, അവരുടെ ഒരു വസ്ത്രധാരണത്തെ പറ്റി പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ കുഷാന രാജവംശമായി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കനിഷ്ക റൂളർ വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു, അതായത് തലയില്ലാത്ത ഒരു ഹെഡ്ലെസ് ആയിട്ടുള്ള സ്റ്റാച്യു കനിഷ്കയുടേത് മധുരയിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഈ കുഷാന വംശവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ആ ഒരു എവിഡൻസിൽ തലയില്ലാത്ത ഒരു കനിഷ്കന്റെ ഒരു പ്രതിമയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇനി ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള കുഷാന പോളിറ്റിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ദ ടൈറ്റിൽ ഓഫ് ദേവപുത്ര. അതായത് ഈ ഒരു കുഷാന പോളിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ദേവപുത്ര എന്ന ടൈറ്റിലായിരുന്നു. ഓക്കെ, ദേവപുത്ര എന്ന് പറയുന്നത് സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മകൻ എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷതയായിരുന്നു. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കുഷാന പോളിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു ഈ ദേവപുത്ര എന്ന ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, ആ ടൈറ്റിലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകൻ എന്നാണ്. അത് പ്രധാനമായും ദാറ്റ് വാസ് യൂസ്ഡ് ബൈ ദി കുഷാന കിങ്സ്. ഈ കുഷാന കിങ്സ് ആയിരുന്നു ഈ ഒരു ദേവപുത്ര എന്ന ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അവിടെ പ്രധാനമായിട്ടും സൺ ഓഫ് ഗോഡ് എന്ന രീതിയിൽ ഒരു ടൈറ്റിൽ സ്വീകരിക്കുന്നതോടുകൂടി ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ദേ ആർ ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് എന്ന രീതിയിൽ ഒരു ഡിവിനിറ്റി അത് ക്ലെയിം ചെയ്യുന്ന തരത്തിലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിവിനിറ്റി ക്ലെയിം ചെയ്യപ്പെടുന്നു ആ ഒരു ടൈറ്റിലൂടെ എന്നാണ് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ഈ ഒരു കുഷാനാസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്, അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ. ഓക്കെ,
ഏൻഷ്യൻ ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് കുഷാനാസിന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഒരു ലൈഫിൻ്റെ വിവിധ ആസ്പെക്ട്സിൽ അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവർ വന്നിട്ടുള്ള ഇപ്പം ഈ കുഷനാസ് എന്ന് പറയുന്ന വെസ്റ്റേൺ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അവർ കൃത്യമായിട്ട് ഒരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ട്രേഡിലൊക്കെ ഈ ഒരു ബന്ധം വളരെ വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും ആഭ്യന്തരവും അന്താരാഷ്ട്രവും പരമായിട്ടുള്ള വ്യാപാരത്തിൽ ഇവർ വളരെ കൃത്യമായിട്ട് ഈ ഒരു വലിയൊരു എംപയർ അതിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ കൃത്യമായിട്ട് ട്രേഡ് നല്ല രീതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അർബൻ സെൻറ്റേഴ്സുകളുടെ ഒരു എമർജൻസ് ഉണ്ടായിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പോൾ അതായത് ഒരുപാട് പുതിയ അർബൻ സെൻറ്റേഴ്സുകൾ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ കുഷാന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേറ്റിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടായിരുന്നു. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അവർ ഒരുപാട് കോയിൻസുകൾ ഫോർ ഇൻസ്റ്റൻസ് ഗോൾഡ് കോയിൻസ്, കോപ്പർ കോയിൻസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. അതോടൊപ്പം തന്നെ ലിറ്ററേച്ചറിലും മെഡിസിനിലൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രോഗ്രസ് നടന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഇനി നമ്മൾ ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചരകൻ, അദ്ദേഹം ചരക സംഹിത എഴുതിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സ്കോളർ ആയിട്ടുള്ള അശ്വഘോഷൻ, അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ബുദ്ധചരിതം, ഈ ബുദ്ധന്റെ ലൈഫിനെ കുറിച്ച്. അപ്പൊ ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട ചരക സംഹിത എഴുതിയിട്ടുള്ള ചരകനും ബുദ്ധചരിത എഴുതിയിട്ടുള്ള അശ്വഘോഷനും ഈ ഒരു ഈ കുഷാന രാജവംശത്തിലെ കിങ് കനിഷ്കയുടെ സമകാലീനരായിരുന്നു, അതായത് കണ്ടംപററീസ് ആയിരുന്നു. ഓക്കെ, സോ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ഈ ഒരു ആർട്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ കുഷാനാസ്, പ്രത്യേകിച്ച് കനിഷ്കനൊക്കെ മധുര സ്കൂൾ ഓഫ് ആർട്ടിനും ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിനും ആ ഒരു സ്കൂൾ ഓഫ് സ്കൾപ്ചറൽ ആർട്ടിനൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു റോയൽ പാട്രോണേജ് നൽകിയിട്ടുണ്ട്. ഓക്കെ, സോ അവർ വളരെ കൃത്യമായിട്ട് ബുദ്ധന്റെയും ബുദ്ധിസ്റ്റ് സത്വാസിന്റെയും ഒക്കെ ഇമേജസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുഷാനാസിനെ പറ്റിയിട്ടായിരുന്നു. അവരെവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു, അവരുടെ ഒരു പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞു, അവിടുത്തെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു, ഇനി എന്ത് കോൺട്രിബ്യൂഷൻസ് ആണ് കുഷാനാസ് നൽകിയതെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ അത് ഒന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള കുഷാനാസ് ഞാൻ പറഞ്ഞു. അപ്പം അതിന് കൂടെ ഒന്നുകൂടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ചെറിയൊരു ടോപ്പിക്കും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അത് പ്രധാനമായും കോണ്ടാക്ട്സ് വിത്ത് സെൻട്രൽ ഏഷ്യ. ഓക്കെ, അതായത് സെൻട്രൽ ഏഷ്യയുമായി ഉള്ള ഒരു ബന്ധം എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഈ ഒരു സെൻട്രൽ ഏഷ്യയിൽ നിന്ന് പ്രധാനമായിട്ടും ബാക്ട്രിയൻ ഗ്രീക്സും ശാഖ പഹ്ലവാസും അവരെല്ലാം ഒരു പൊളിറ്റിക്കൽ കോണ്ടാക്ട് സെൻട്രൽ ഏഷ്യയുമായിട്ട് ക്രിയേറ്റ് ചെയ്തു. റൈറ്റ്, അതിനുശേഷം നമ്മൾക്കറിയാം പിന്നീട് വന്നിട്ടുള്ള കുഷാനാസ്, അതും ഒരു കൾച്ചറൽ ഇന്റർമിംഗ്ലിംഗ് ആയിട്ട്, അതായത് ഈ ഒരു ബിറ്റ്വീൻ ദി ടു റീജിയൻസ്, ഈ രണ്ട് പ്രദേശങ്ങളുമായിട്ട് സെൻട്രൽ ഏഷ്യ ആയിട്ട് നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ ഈ വന്നിട്ടുള്ള ശാഖാസ് ആയാലും ബാക്ട്രിയൻസ് ആയാലും കുഷാനാസ് ആയാലും ഇവർ ബേസിക്കലി ഒരു ഇന്റർമിംഗ്ലിംഗ് ആയിട്ട് രണ്ട് റീജിയനെ തമ്മിൽ വളരെ കൃത്യമായിട്ട് ഒരു ഇന്റർമിംഗ്ലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ്, ഇവരെല്ലാം ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വരികയും വെസ്റ്റേൺ ചൈനയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ കൃത്യമായ രീതിയിൽ പിന്നീട് ഇവിടുത്തെ ആളുകളായിട്ട് മാറുകയാണ്. റൈറ്റ്, അപ്പോൾ ഒരു രണ്ട് സംസ്കാരത്തെയാണ് അവരെ ബന്ധിപ്പിക്കുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളാണ്, വ്യത്യസ്ത പ്രദേശങ്ങളാണ്. റൈറ്റ്, ഓക്കെ. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വന്നിട്ടുള്ള ആളുകൾ, ഞാൻ പറഞ്ഞു ഇവരുടെ ഒന്നും ഒറിജിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യ അല്ലല്ലോ, പക്ഷെ ഇങ്ങനെ പുറത്തുനിന്ന് വന്ന ആളുകൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, അതായത് അവരുടെ ആ ഒരു ഫോറിൻ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയും അവർ നമ്മളുടെ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശവുമായിട്ട് ഇണങ്ങിച്ചേരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെയുള്ള ബ്രാഹ്മണിക്കൽ സൊസൈറ്റി ആയിട്ട് അവർ ക്ഷത്രിയാസ് എന്ന രീതിയിൽ ക്ലെയിം ചെയ്യപ്പെട്ടു. അതോടൊപ്പം ചില ആളുകളൊക്കെ ബുദ്ധിസം എന്ന റിലീജിയനൊക്കെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ അതൊന്നും അവരുടെ ഫോറിൻ ഐഡന്റിറ്റിയിൽ ഇല്ലാത്തതായിരുന്നു. എന്നാൽ ഇവിടെ വരികയും ഇവിടെ താമസിക്കുകയും പിന്നീട് തങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്വത്വം, അതായത് ഫോറിൻ എന്ന ആ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ എന്താണോ ഇവിടുത്തെ ജീവിതം അതിലേക്ക് അവർ കൂടുതലായിട്ട് വളരെ കൃത്യമായിട്ട് അതുമായിട്ടൊരു കണക്ഷൻ വരികയും കൃത്യമായ രീതിയിൽ അത് പിന്നീട് ഒരു പുതിയ ആളുകളായിട്ട് മാറുകയാണ്. ഓക്കെ, ഇന്ത്യയിൽ വന്നിട്ട് ഒരു ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നു. അവർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചിലർ ക്ഷത്രിയാസ് എന്ന ഒരു ലാബിൽ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില ആളുകൾ
ബുദ്ധമതം പോലുള്ള വളരെ പ്രധാനപ്പെട്ട റിലീജിയൻ സ്വീകരിക്കുന്നു. ആ രീതിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഉദാഹരണമാണ് മെനാൻഡർ, റൈറ്റ്? അതായത് നമ്മൾ മിലിന്ദ പൻഹൊക്കെ പറഞ്ഞു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൽ അതിൽ സൂചിപ്പിച്ചിട്ടുള്ള ഇൻഡോ ഗ്രീക്ക് അല്ലെങ്കിൽ ബാക്ട്രിയൻ റൂളറാണ് മെനാൻഡർ. അപ്പോൾ അദ്ദേഹം ഒരു പുറത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലില്ലാത്തൊരു റിലീജിയൻ, അദ്ദേഹം മുൻപില്ലാത്തൊരു റിലീജിയൻ സ്വീകരിക്കുകയാണ്. അപ്പം വളരെ കൃത്യമായ ആ രീതിയിലൊരു മുൻപുണ്ടായിരുന്ന ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിന്നീട് സ്വയം ഇവിടെയുള്ള ഇതുമായിട്ട് ഇവിടെയുള്ള റിലീജിയനായിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് വളരെ കൃത്യമായിട്ട് അവരൊരു കണക്ഷൻ വരികയും അതുമായിട്ട് പിന്നീട് അവർ ജീവിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും പറയാനുള്ളത് മെനാൻഡറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് നാഗസേനനും ഇവരും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ, ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് മെനാൻഡർ ചോദിക്കുന്നു, അതിനുള്ള ഉത്തരങ്ങൾ നാഗസേനൻ നൽകുന്നു. അങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മെനാൻഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളാണ്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള, ഇവിടെ എമേർജ് ചെയ്യപ്പെട്ടുള്ള ഒരു മതം അത് സ്വീകരിക്കുന്നു. ആ മതവുമായിട്ട് അതായത് മനസ്സിലാക്കേണ്ടത് ആ ഫോറിൻ ഐഡന്റിറ്റി അവർ നഷ്ടപ്പെടുത്തി. ആ ഐഡന്റിറ്റിയിൽ അവർ പിന്നീട് അതിനെപ്പറ്റി കെയർ ചെയ്യുന്നില്ല. ഇവിടുത്തെ പിന്നീട് ഒരു പുതിയൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സെൻട്രൽ ഏഷ്യയുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ്, ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരു പുതിയ ടെക്നിക്സുകളൊക്കെ നമ്മൾക്ക് ലഭിച്ചത് ഇവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്സിലൂടെയാണ്. അത് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, സോ പ്രധാനമായിട്ടും നമ്മൾ ക്രൂഡ് പഞ്ച് മാർക്ഡ് കോയിൻസ്, ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് ഒരു ഗ്രീക്ക് സ്റ്റൈൽ കോയിൻസിൻ്റെ ഒരു മാതൃകയിൽ അവരുടെ കോയിൻസ് എങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ലെജൻസിൻ്റെയും അതായത് ലെജൻസ് ആൻഡ് ദി ബേസ്റ്റ് ഓഫ് ദി റൂളർ അതിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന, അതിനെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള നാണയങ്ങൾ പിന്നീട് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അത്തരത്തിലുള്ള നാണയങ്ങൾ അടിച്ചിറക്കി അത് പിന്നീട് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇവരുമായിട്ടുണ്ടായിട്ടുള്ള സെൻട്രൽ ഏഷ്യയുമായി അല്ലെങ്കിൽ ഗ്രീക്സുമായി അതായത് ഞാൻ ഈ പറയുന്നത് മറ്റുള്ള ആളുകളുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് സ്റ്റൈൽ കോയിൻസിന്റെ നിർമ്മാണം അത് കൃത്യമായിട്ട് ഇന്ത്യയിൽ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഒരു ന്യൂ ഫോർമാറ്റ് കോയിനേജിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു ന്യൂ ഫോർമാറ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്ത്യൻസ് വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഏഷ്യൻസിൽ നിന്നും മറ്റു പലതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും ബോറോ ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അത്തരത്തിൽ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആസ്ട്രോണമി ആയിരുന്നു. ഓക്കെ, നോളജ് ഓഫ് ആസ്ട്രോണമി. ഓക്കെ, ആസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവ് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഗ്രീക്സിൽ നിന്നും വളരെ പല അറിവുകളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഇന്ത്യൻ ലിറ്റററി വർക്ക്സിലൊക്കെ ഈ ആസ്ട്രോണമിനെ പറ്റി ഫ്രീക്വൻ്റ്ലി കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഇന്ത്യയുടെ ജ്യോതിഷത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഗ്രീക്ക് ആസ്ട്രോണമേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ആ ഗ്രീക്ക് ആസ്ട്രോണമേഴ്സിനെ പറ്റി പറയുന്നത് യവനാചാര്യ എന്നാണ്. ഓക്കെ, യവൻസ് എന്ന് പറയുന്നത് പ്രധാനമായും ഗ്രീക്കുകാരെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചില ലിറ്റററി വർക്ക്സിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ആസ്ട്രോണമേഴ്സിനെ പറ്റി ഫ്രീക്വൻ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് യവനാചാര്യ എന്നായിരുന്നു. ഓക്കെ, സോ ഇന്ത്യൻസ് പ്രധാനമായും ഈ ഒരു ഹൊറോസ്കോപ്പ് നിർമ്മിക്കുന്ന ആ ഒരു ആർട്ട് ഗ്രീക്സിൽ നിന്നും മനസ്സിലാക്കിയെന്നാണ് പഠിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫ്രഷ് വേവ് ഇൻ ദി ആർട്ട് ഓഫ് സ്കൾപ്ചർ മേക്കിംഗ്, ആ സ്കൾപ്ചർ ഉണ്ടാക്കുന്നതിലൊക്കെ പലതരത്തിലും നമ്മൾ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ കടമെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല അറിവുകളും അവരുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആൻഡ് ദി ഗ്രീക്ക് സ്റ്റൈലാണ് ഈ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. അതൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട കോണ്ടാക്ട്സിലൂടെ ലഭിച്ചിട്ടുണ്ടായ പുതിയ ഫോം ഓഫ് ആർട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള സെൻട്രൽ ഏഷ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട്സിലൂടെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോണ്ടാക്ട്സ് വിത്ത് സെൻട്രൽ ഏഷ്യ എന്നുള്ളൊരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് കുഷാനാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ കുഷാനാസ് എന്നുള്ളതിൽ പറഞ്ഞ് അതോടുകൂടി അവസാനിപ്പിച്ചതായിരുന്നു. പിന്നീടാണ് ഈ ഒരു സെൻട്രൽ ഏഷ്യയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ ഇതിൽ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ് പോകാമെന്നുള്ളത് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഈ ഒരു സെൻട്രൽ ഏഷ്യ എന്നുള്ളൊരു ടോപ്പിക്കും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു.